ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കാട്ടിലൂടെ കാട്ടുമൃഗങ്ങളെയും കണ്ടൊരു മൈസൂർ യാത്ര. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ്. നമ്മൾ രാവിലെ 7 മണിക്ക് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കടക്കണം, ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കടക്കുന്ന മുമ്പേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതിന് പറ്റിയ ഒരു ഇടം നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് വനാതിർത്തി എത്താറായിട്ടുണ്ട്, മുത്തങ്ങ വനാതിർത്തി എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മാത്രമേ പിന്നെ അതിനകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റില്ല. ഏകദേശം കഴിയുമ്പോൾ ഉച്ച കഴിയും. അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടു, ഫുഡ് ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. സ്റ്റേ ആയിരുന്നു. കാരണം എനിക്ക് മുത്തങ്ങ വനത്തിനകത്തൂടെ കയറുമ്പോൾ കാട്ടുമൃഗങ്ങളെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ രാവിലെ തിരിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള കാട്ടുമൃഗങ്ങളെ കണ്ട് നമുക്കൊരു മനോഹരമായ യാത്ര സാധ്യമാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വയനാട് ഇന്നലെ വന്ന് സ്റ്റേ ചെയ്യായിരുന്നു. അപ്പോൾ സുൽത്താൻ ബത്തേരി വഴി നമ്മൾ നേരെ ഇപ്പം മുത്തങ്ങ അതിർത്തിയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ മുത്തങ്ങ വനത്തിനകത്തോട്ടുള്ള പ്രവേശനമാണ്. ഏകദേശം നമ്മളിപ്പോൾ തന്നെ മൃഗങ്ങളെയൊക്കെ കണ്ടു തുടങ്ങി. ഒരു സിംഗവാലൻ കുരങ്ങൻ അവിടെ ഇരുന്നു. നമ്മുടെ മുത്തങ്ങ വനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അതിർത്തിയാണ്. ഇപ്പോൾ തന്നെ മാനുകളെയൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. വളരെ മനോഹരമായ കാഴ്ച. നിരവധി മാനുകളെ നമുക്ക് തുടക്കം മുതൽ തന്നെ നമ്മുടെ പോകുന്ന വനത്തിൻ്റെ 2 സൈഡിലും നമുക്ക് ഒരുപാട് മാനുകൾ കൂട്ടമായി മേയുന്നത് കാണാൻ കഴിയും. അവരപ്പം നമ്മുടെ റോഡിനോട് ചേർന്നാണ് ഇവർ മേഞ്ഞ് നടക്കുന്നത്. അപ്പോൾ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്, അവരുടെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതാണിത്. ഒരു 7 മണി കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ വനാതിർത്തിയൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ അതിമനോഹരമായ ആ സൂര്യൻ്റെ ചെറിയ ഇളം വെട്ടവും ആ ഒരു ഭംഗിയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അധികം ചൂടില്ലാത്തതുകൊണ്ട് മൃഗങ്ങളെല്ലാം നമുക്ക് റോഡ് സൈഡിൽ കാണാൻ കഴിഞ്ഞു. തന്നെയല്ല നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആനയൊക്കെ വരാൻ സാധ്യതയുണ്ട്, നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയും മാൻകൂട്ടം നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. പോകുന്ന വഴിയിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ മാൻകൂട്ടം. നമ്മൾ ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തങ്ങ വനത്തിലൂടെ കടന്ന് നമ്മൾ മൈസൂർ എത്തുക. നമ്മളൊരു 11:30-12 മണിയാകുമ്പോൾ മൈസൂർ എത്താനുള്ളൊരു പ്ലാനാണ്. ഏകദേശം പകുതിയിൽ കൂടുതൽ സഞ്ചരിച്ചു. നമ്മൾ നിരവധി കാട്ടുമൃഗങ്ങളെയൊക്കെ കണ്ടാണ് യാത്ര ചെയ്യുന്നത്. വളരെ മനോഹരമായൊരു യാത്രയാണ്. മാനുകൾ, ആനകൾ, പിന്നെ നിരവധി കുരങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല രസമുള്ള ഒരു യാത്ര. മയിലുകൾ, അങ്ങനെ വളരെ മനോഹരമായ ഒരു ട്രിപ്പ് തന്നെയാണ് നമ്മുടെ ഈ അതിരാവിലെയുള്ള മൈസൂറിലേക്കുള്ള യാത്ര. നമ്മുടെ ഇവിടുന്ന് മുത്തങ്ങയിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്ര. എന്തായാലും നമ്മൾ ഇതിനെ മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടി നിരവധി പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റിയിട്ടില്ല. ഒരു ആന നമ്മൾ കുറച്ച് അകലെയായിട്ട് നിൽപ്പുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയിൽ വളരെ, ഞാൻ ഇവിടെ മാത്രമല്ല മുന്നേയും കുറച്ച് ദൂരെയായിട്ട് കണ്ടു. ഇത് വളരെ അടുത്ത് റോഡിനോട് ചേർന്ന് ആന ഒന്നല്ല 2-3 നിൽപ്പുണ്ട്, കുറച്ച് അകത്തോട്ടാണ്. അപ്പോൾ ഇവർ നിന്നിങ്ങനെ അവിടെ മേയുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മൃഗങ്ങളെ പ്രതീക്ഷിച്ച് വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. എന്നാൽ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഈ മൃഗങ്ങളെയൊക്കെ കണ്ട് ഈ കാട്ടിനകത്തൂടെ ഉള്ള ഒരു യാത്ര. അവിടെ സിംഗവാലൻ കുരങ്ങൻ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ മനോഹരമായ വനത്തിലെ കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ സൂര്യകാന്തി പാടം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കത്താ ദൂരം നമ്മുടെ മുത്തങ്ങ മൈസൂർ റോഡ്, മെയിൻ റോഡ്, വളരെ മനോഹരമായ റോഡ് കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ മൈസൂർ സിറ്റിക്കകത്ത് കയറി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ നമ്മളെ ഹോട്ടലിൽ പോകണം. പോയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകാനുള്ള പ്ലാനാണ്. കാരണം നമുക്കവിടെ ഭയങ്കര ട്രാഫിക്കും പ്രശ്നങ്ങളാണ്. നമ്മുടെ കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലയിടത്തും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മൈസൂർ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തുടർന്ന് യാത്ര അവിടുത്തെ സവാരി ഓട്ടോയിലായിരിക്കും. അപ്പോൾ അതേ പാലസിൻ്റെ ഒരു എൻട്രൻസ് പോലെ ഇത് നമ്മുടെ മൈസൂർ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എപ്പോൾ പോയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റൗണ്ടപ്പാണ്. ഇവിടെ നിന്ന് നമുക്ക് പല സ്ഥലത്തോട്ടുള്ള റൂട്ടാണ്. നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ പോകുമ്പോൾ. ഇവിടെ നമുക്ക് മൈസൂരി പോലീസുകളെ കാണാം. ഒരു വട്ടത്തൊപ്പിയൊക്കെ വെച്ച് അവർ നിൽപ്പുണ്ട്.
അവരും വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് റൂട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചോദിക്കാം. നമ്മൾ അവിടെ നിന്ന് ചുറ്റി നേരെ നമുക്ക് പോകേണ്ടത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൂമിൽ പോയി ഫ്രഷപ്പൊക്കെ ആയിട്ട് നമ്മൾ നേരെ പോകുന്നത് പാലസിലേക്കാണ്. അപ്പോൾ പാലസിൻ്റെ ഒരു യാത്രയുമ്പത്തേക്ക് കാണുന്നൊരു മൈതാനമാണ്. വളരെ മനോഹരമായ ഒരു കാര്യങ്ങൾ, അവിടുത്തെ ഒരു സ്ഥലങ്ങൾ വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പണ്ടത്തെ ഒരു മൈസൂർ അല്ല, ഇപ്പോൾ നല്ലൊരു മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെ അവരിപ്പോൾ നമുക്ക് ഒരുക്കിയിരിക്കുന്നു. കൊട്ടാരത്തിൻ്റെ ഒരു വാതിലാണ് നമ്മൾ ആ കാണുന്നത്. നമുക്ക് ഇനി ഒരു 3 കിലോമീറ്റർ ചുറ്റി പോയിട്ട് വേണം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൽ എത്താനായിട്ട്. ഫ്രണ്ട് എൻട്രൻസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ളൊക്കെ ഓപ്ഷനുണ്ട്. പിന്നെ വേറൊരു ഏറ്റവും ഗുണമുള്ള സംഭവം, ഇതുപോലെ കുതിര വണ്ടികളിൽ നമുക്ക് സിറ്റി മൊത്തം കറങ്ങാം. പിന്നെ അല്ലാതെ ഇവരുടെ സിറ്റി ടൂർ എന്നും പറഞ്ഞൊരു ബസ്സുണ്ട്. അപ്പോൾ അതിലും നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. കാരണം അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാഫിക്കിൻ്റെ തിരക്ക് ഒന്നും ബാധിക്കാതെ നമുക്ക് ഈ സിറ്റി മൊത്തം കാണാം. മൈസൂർ സിറ്റിയൊക്കെ കണ്ട് അവരുടെ പല ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം കൊണ്ട് വന്ന് പരിചയപ്പെടുത്തി നമുക്ക് തരുന്ന ഒരു ടൂറിസം സിസ്റ്റം കൂടെ നമുക്ക് ഇവിടെ ഈ മൈസൂറുണ്ട്. അതൊരു വളരെ യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി നിന്ന് ഇറങ്ങി നേരെ മൈസൂർ പാലസിൻ്റെ എൻട്രൻസ് കയറി ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഈ പോകുന്നത്. നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് ആ കാണുന്നത്. വളരെ മനോഹരമായ ഒരു പാലസാണ്. ഇതിനൊരു പ്രത്യേകത, നമ്മുടെ ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെയാണ് നമ്മുടെ ഈ മൈസൂർ പാലസ്. അത്രയ്ക്ക് തിരക്കും ആളും ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഞെരുങ്ങിയാണ് അതിനകത്തൂടെ നമുക്ക് ഓരോ സ്ഥലങ്ങളും കണ്ടു പോകാൻ പറ്റുക. വളരെ മനോഹരമായാണ് ആ പ്രദേശം അവർ പരിപാലിച്ചിരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് പുല്ലൊക്കെ ചെയ്ത് വളരെ വൃത്തിയായിട്ട് അവർ ഗാർഡനിങ്ങൊക്കെ ഒരുക്കി അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സ്ഥലമൊക്കെ അവർ ഷീറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പാലസ് ഒരു അത്ഭുതം തന്നെയാണ് നമുക്ക് കാണുമ്പോൾ. നമ്മൾ താജ്മഹൽ കാണും പോലെ തന്നെയാണ് അന്നത്തെ രാജാക്കന്മാർ ഇത്രയും മനോഹരമായ രീതിയിലൊക്കെ പാലസ് ഉണ്ടാക്കി അവർ ഭരിച്ചിരുന്നത്. കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള വാസ്തുശില്പവും അതിനകത്തുള്ള ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊട്ടാരത്തിന് അതേ കാണുന്ന ഇതൊക്കെ വളരെ മനോഹരമാണ്. എല്ലാം മാർബിൾ കല്ലുകൾ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നല്ല തണുപ്പുമാണ് ഇതിനകത്ത് നിൽക്കാൻ. നല്ലൊരു രസമുള്ള ഒരു കാഴ്ചയാണ് മൈസൂർ പാലസിനകം. ചെയ്തിരിക്കുന്ന ഓരോ കാഴ്ചകൾ കണ്ടാലും നമുക്ക് അതിശയം തോന്നും. നമുക്ക് തുടർന്ന് കാണാൻ പറ്റും ഇതിനകത്ത് ഒരു തലമുറ എന്തൊക്കെ ചെയ്ത് നമുക്ക് കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ്.
നമ്മുടെ അതിമനോഹരമായ ഒരു കൊട്ടാരത്തിൻ്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. എന്തായാലും ഒരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. നമ്മുടെ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർ സന്ദർശിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഇത്രയും മനോഹരമായിരിക്കുമെന്ന്. അത് തന്നെയാണ്, നമ്മൾ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം കാണേണ്ടതും ഇവിടെ തന്നെയാണ്. എല്ലാവരും പറ്റുമെങ്കിൽ മൈസൂർ പാലസ് വന്ന് നമ്മൾ കണ്ടിരിക്കണം. താജ്മഹൽ കാണുന്നത് പോലെ തന്നെ ഇത്രയും അത്ഭുതപരമായ രീതിയിൽ കൊട്ടാരങ്ങൾ ചെയ്യാനും അതിനകത്ത് ഇത്രയും മനോഹരമാക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയ കാഴ്ച തന്നെയാണ്. മൈസൂർ സിറ്റിയിലെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്